ഹായ് കൂട്ടുകാരെ, എല്ലാവരും സുഖമായിരിക്കാമെന്ന് വിചാരിക്കുന്നു. ഇന്ന് ഞാൻ ഗോതമ്പ് വെച്ചിട്ടുള്ള ഒരു ഹൽവ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇതിനായിട്ട് ഞാൻ 1 കപ്പ് ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് കുഴച്ചെടുക്കുക. ഒരു ചപ്പാത്തി പരുവത്തിൽ നമ്മളിത് കുഴച്ച് എടുക്കുക കേട്ടോ. കുറച്ച് വെള്ളം കൂടിയാലൊന്നും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഇനി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് 1 ലിറ്റർ വെള്ളമാണ് കേട്ടോ. ഇത് നല്ല പച്ച വെള്ളമാണ് ഞാൻ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇത് 1 മണിക്കൂർ ഇങ്ങനെ വെക്കണം കേട്ടോ. ഇനിയിപ്പോൾ 1 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം ഞാനിത് നന്നായിട്ട് കൈ വെച്ചിട്ട് കുഴച്ചെടുക്കുന്നുണ്ട് കേട്ടോ. നമ്മുടെ കൈ വെച്ചിട്ട് തന്നെ കണ്ടു. ഇപ്പോൾ ഇത് നല്ല കുഴഞ്ഞ പോലെ ആയിട്ടുണ്ട് കേട്ടോ. 1 മണിക്കൂർ നേരം വെള്ളത്തിൽ കിടന്നിട്ട് ഇനി നമ്മൾ ഇതിൻ്റെ പാലിങ്ങനെ പിഴിഞ്ഞെടുക്കണം കേട്ടോ. അതിൽ ചണ്ടി പോലെ കിടക്കുന്നുണ്ടാവും കണ്ടോ. ഇതിൻ്റെ പാലാണ് നമുക്ക് ആവശ്യം. അതായത് തെളിഞ്ഞ തെളിഞ്ഞത് വേണം. അതിൻ്റെ മട്ട് നമുക്ക് ആവശ്യമില്ല കേട്ടോ. കണ്ടോ, പിഴിയുമ്പോൾ തന്നെ നമുക്ക് അതിൻ്റെ ഇങ്ങനെ ഊറി വന്നിട്ട് നമുക്ക് കിട്ടും. ഇനി ഞാനിത് വേറൊരു പാത്രത്തിലേക്ക് വെച്ചിട്ട് അരിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. കണ്ടോ, ഒരു പാത്രത്തിലേക്ക് അരിച്ചെടുക്കുന്നുണ്ട്. അതിൻ്റെ മീതെ അരിപ്പയിൽ വന്നതല്ല, നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് അമർത്തിയിട്ട് അതിന് വീണ്ടും വരുന്ന ആ വെള്ളം എടുത്ത ശേഷം അത് നമ്മൾ അരിപ്പയിൽ നിന്ന് കളയണം കേട്ടോ. ഇനി ഞാൻ വീണ്ടും ഇത് അരിച്ചെടുക്കുന്നുണ്ട്. ഒരു 3-4 പ്രാവശ്യം ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒഴിച്ചിട്ട് അരിച്ചെടുക്കണം കേട്ടോ. എന്നാലാണ് അതിൽ കട്ടിയൊന്നും ഇല്ലാത്ത നല്ല തെളിഞ്ഞ വെള്ളമായിട്ട് നമുക്ക് കിട്ടുകയുള്ളൂ കേട്ടോ. കണ്ട, പിന്നെ ലാസ്റ്റ് ഞാനൊരു 3-4 വട്ടം ഇത് അരിച്ചെടുക്കുകയാണ്. ഇതിപ്പോൾ നമുക്ക് ചെറിയ ഗോതമ്പ് ആണെച്ചെങ്കിൽ, നുറുക്ക് ഗോതമ്പാണെങ്കിൽ തലേ ദിവസം വെള്ളത്തിലിട്ട് നമുക്ക് കുട്ടികൾക്ക് കുറുക്കുണ്ടാകില്ലേ, അതുപോലെ ഇതിൻ്റെ പാല് പിഴിഞ്ഞെടുക്കാം കേട്ടോ. ഇപ്പോൾ ഇത് ഞാനൊരു നോൺ സ്റ്റിക്ക് പാനിലേക്ക് ഇത് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നമ്മൾ കൈ തൊടാതെ ഇങ്ങനെ ഇളക്കിക്കൊണ്ടേയിരിക്കുക കേട്ടോ. കൈ നിന്ന് എടുക്കാനേ പാടില്ല കേട്ടോ. കൈ എടുത്താൽ ചിലപ്പോൾ ഇത് അടിപിടിക്കാനായിട്ട് ചാൻസ് ഉണ്ട്. ഈ സമയത്ത് ഞാൻ 1 ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ ഇത് കുറുകി വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ ശർക്കരയുടെ പൊടി 1 കപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മളിത് നന്നായിട്ട് ഇളക്കിക്കൊണ്ടേയിരിക്കുക കേട്ടോ. ഇത് കൈ എടുക്കാനേ പാടില്ല കേട്ടോ. നന്നായിട്ട് ഇളക്കിക്കൊണ്ടേയിരിക്കുക. അരികു വശത്ത് നിന്നുള്ളതൊക്കെ നന്നായി എടുത്തിട്ട് നന്നായിട്ട് ഇളക്കണം കേട്ടോ. ഇപ്പൊ ഇത് നന്നായിട്ട് അടിവശം വിട്ടുപോരുന്നൊരു പരിവായുണ്ട്. ഇപ്പൊ ഞാൻ വീണ്ടും ഇതിലേക്ക് 1 ടീസ്പൂൺ നെയ്യ് കൂടി ചേർത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതാണ്ടോ, ഇപ്പൊ പാനിന്റെ അടിവശത്ത് നിന്നെല്ലാം ഇത് നന്നായിട്ട് വിട്ടുപോരുന്നുണ്ട് കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ ഏലക്കായപ്പൊടി വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. അതിപ്പോ ഹൽവ ഉണ്ടാക്കണതുകൊണ്ട് ഞാനിതിൽ ഏലക്കായപ്പൊടി ഒന്നും ചേർത്ത് കൊടുക്കണില്ല കേട്ടോ. ഇനിയിപ്പോ ഒരു ടേസ്റ്റിന് വ്യത്യാസം വേണമെങ്കിൽ 1 ടീസ്പൂൺ മിൽക്ക് മെയ്ഡ് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. കണ്ടോ, ഇപ്പോഴത്തെ പാനിൻ്റെ അടിയിൽ നിന്ന് നന്നായിട്ട് വിട്ടുവരുന്ന പരുവം ആയിട്ടുണ്ട് കേട്ടോ. ഇപ്പം ഞാനിതൊരു മോൾഡിലേക്ക് മാറ്റുകയാണ്. ഇത് ഞാൻ നെയ്യ് തടവിയെടുത്ത പാത്രമാണ്. ഇതിലേക്ക് വെളുത്ത എള്ളും അതുപോലെ അണ്ടിപ്പരിപ്പുമാണ് ഇട്ട് കൊടുത്തിരിക്കണേ. ഇതിലേക്ക് ഇത് ഒഴിച്ചിട്ട് ഒന്ന് സെറ്റാക്കിയ ശേഷം നമുക്ക് തണുക്കാനായിട്ട് വെക്കാം. ഇപ്പം ഇത് നന്നായിട്ട് തണുത്ത് വന്നിട്ടുണ്ട്. ഇതിൻ്റെ അരികുവശമൊക്കെ നന്നായിട്ട് വിട്ടുവരുന്നത് കാണാം കേട്ടോ. ഒന്ന് കൈകൊണ്ടൊന്ന് പ്രസ് ചെയ്ത് നോക്കിയാൽ മതി. കണ്ടോ, അരികുവശമൊക്കെ നന്നായിട്ട് വിട്ടുവരുന്നതായിട്ട് നമുക്ക് കാണാം. ഈ സമയത്ത് നമുക്കിത് വേറൊരു പ്ലേറ്റിലേക്ക് വെച്ച് ഡീമോൾഡ് ചെയ്യാം കേട്ടോ. കണ്ടോ, അടിപൊളി ഹൽവയാണ്. ഇതിങ്ങനെ എന്താ പറയുക, വായിൽ വെച്ച് അങ്ങനെ അലിഞ്ഞിറങ്ങുന്ന ഒരു ടേസ്റ്റാണ് കേട്ടോ ഉള്ളത്. നല്ല രുചിയുള്ള ഹൽവയാണ്. എല്ലാവരും ഈ ഗോതമ്പ് കൊണ്ടുള്ള ഹൽവ ഉണ്ടാക്കി നോക്കാം. ഈ വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ഒന്ന് കമന്റ് ചെയ്യണേ.